ഇതും കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്ക് കിട്ടാനുണ്ടായിരുന്നുള്ളൂ. വർഗീയത മാത്രമല്ല, അശ്ലീലവും നിങ്ങളുടെ ഭാഗമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ബംഗളൂരുവിലെ JDS അധ്യക്ഷൻ HD ദേവഗൌഡയുടെ ചെറുമകനും ഹാസനിലെ JDS സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലൈംഗികാതിക്രമത്തിന്റെ കേസ് എന്ന വാർത്ത പരസ്യമായതോടെ മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ 2976 അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ഹസനിൽ JDSന് സീറ്റ് നൽകിയാൽ തിരിച്ചടിയാകുമെന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള കത്ത് പാർട്ടി സംസ്ഥാന അധ്യക്ഷന് നൽകിയിരിക്കുകയാണ്. 2023 ഡിസംബർ 8-ാം തീയതി BJP നേതാവായ ദേവരാജ ഗൌഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്ക് നൽകിയ ഈ കത്തിലെ വിവരങ്ങൾ പുറത്തായതോടെ BJP ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ ആകെ 2976 വീഡിയോകൾ ഉണ്ടെന്നാണ് ദേവരാജ ഗൌഡ കത്തിൽ പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ അടക്കമുള്ളവരുമായി പ്രജ്വൽ രേവണ്ണ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണിത്. ഈ വീഡിയോകൾ സൂക്ഷിച്ചു വെച്ച സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഇത്തരങ്ങൾ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പ്രജ്വൽ രേവണ്ണ നിർബന്ധിച്ചിരുന്നു എന്നും ദേവരാജ ഗൌഡ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീഡിയോകൾ പ്രചരിച്ചതോടെ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടുജോലിക്കാരിയായ 47-കാരി പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് HD രേവണ്ണയ്ക്കുമെതിരെ പീഡന പരാതി നൽകിയിരിക്കുന്നതും. MLA ആയ HD രേവണ്ണയും MP ആയ മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗികമായി ഉപദ്രവിച്ചെന്നായിരുന്നു വീട്ടുജോലിക്കാരിയുടെ ആരോപണം. തുടർന്ന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കും മുൻപേ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകൾ ഹസനിൽ പ്രചരിച്ചിരുന്നു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോയെക്കുറിച്ച് പാർട്ടി നേതാക്കൾ നേരത്തെ അറിഞ്ഞിട്ടും മൗനം പാലിച്ചതിന്റെ തെളിവുകൾ പുറത്തുവരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രേവണ്ണയ്ക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തതോടെ BJPയും പ്രതിക്കൂട്ടിലായി. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കും മുൻപേ പ്രജ്വൽ രേവണ്ണ അശ്ലീല വീഡിയോകൾ ഹസനിൽ വ്യാപകമായി പ്രചരിച്ചു. ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹസനിലെ JDS സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചാൽ ഈ വീഡിയോകൾ ഒരു ബ്രഹ്മാസ്ത്രമായി ഉപയോഗിക്കപ്പെടും. പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് JDS MLA ആയ ശരണ ഗൌഡ കൻകർ പാർട്ടി അധ്യക്ഷൻ HD ദേവഗൌഡയ്ക്ക് കത്തും നൽകി. കോൺഗ്രസിന്റെ ശ്രേയസ് പട്ടേൽ ആണ് ഹസനിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് പ്രധാന എതിരാളി. ഇനി 3-ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ ഉറപ്പായും ഈ അശ്ലീല വീഡിയോ വിഷയവും ഇതോടൊപ്പം പ്രജ്വൽ രാജ്യം വിട്ടതും BJPക്ക് വലിയ തിരിച്ചടിയും ഉണ്ടാക്കും.